റബ്ബർ ഞാനിപ്പോൾ ഇങ്ങനെ കോട്ടയത്താണ്. പക്ഷേ റബ്ബർ കോട്ടയത്ത് ഉണ്ടായിരുന്നല്ല, കേരളത്തിൽ ഉണ്ടായിരുന്നല്ല, എന്തിന് ഇന്ത്യയിലോ ഏഷ്യയിലോ ഉണ്ടായിരുന്നല്ല, ആമസോൺ കാടുകളിൽ മാത്രം കണ്ടുവന്ന ഒന്നായിരുന്നു റബ്ബർ മരം. അതെങ്ങനെ കോട്ടയത്തെത്തി? ശാന്തസുന്ദരമായ ഒരു ഭൂഖണ്ഡം, എങ്ങും സമാധാനം മാത്രം. പെട്ടെന്ന് അത് ആഴക്കടലിൻ്റെ അഗാധ നീലിമയിൽ നിന്നൊരു കപ്പൽ. 1492 ആണ്ടിൽ അവിടെ എത്തിയ കപ്പലിലുണ്ടായിരുന്നത് ഏഷ്യയിലെ ഇൻഡീസ് തേടിയെത്തിയ എക്സ്പ്ലോറർ ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു. എന്നാൽ ഇത് ഏഷ്യ അല്ലെന്ന് മനസ്സിലാക്കാൻ 1500കളിൽ ഇറ്റലിക്കാരൻ അമേരിക്കോ വെസ്പൂച്ചി കപ്പൽ പിടിച്ചു വരേണ്ടി വന്നു. യൂറോപ്യൻസ് പുതുതായി കണ്ടെത്തിയ ഈ ഭൂഖണ്ഡങ്ങൾക്ക് അമേരിക്ക എന്ന പേര് ലഭിച്ചതും അമേരിക്കോ വെസ്പൂച്ചിയിൽ നിന്നാണ്. എന്തായാലും ഇന്നത്തെ ബ്രസീൽ ഉൾപ്പെടുന്ന ഏരിയയിലെ ലോക്കൽ ട്രൈബ്സ് പരമ്പരാഗത കളികൾക്കും മഴ നനയാതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ കൊളംബസും പിന്നീട് വന്ന എക്സ്പ്ലോറേഴ്സും ഒക്കെ ശ്രദ്ധിക്കുന്നു. ഹിവിയ ബ്രസീലിയൻസിസ് അഥവാ ഇന്ന് റബ്ബർ മരം എന്നറിയപ്പെടുന്ന ആമസോൺ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു വൃക്ഷത്തിൽ നിന്ന് കിട്ടുന്ന ദ്രാവകം ഉണക്കുമ്പോൾ ലഭിക്കുന്നതായിരുന്നു ഈ മെറ്റീരിയൽ. കൊളംബസ് ഉൾപ്പെടെയുള്ള എക്സ്പ്ലോറേഴ്സ് ഈ റബ്ബർ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും ഇതിന് യൂറോപ്പിൽ അധികം ശ്രദ്ധ ലഭിക്കുന്നില്ല. പിന്നീട് മറ്റ് പല യൂറോപ്യൻ എക്സ്പ്ലോറേഴ്സും മിഷണറീസും ഒക്കെ റബ്ബറിനെ പറ്റി എഴുതുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതികളൊന്നും റബ്ബർ സംബന്ധിച്ചുണ്ടാകുന്നില്ല. 1700കളുടെ പകുതിയോടെ തുടങ്ങുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടനുബന്ധിച്ച് ലോക സാമ്പത്തിക മേഖല തന്നെ മാറിമറിയുന്നു. ഇത് റബ്ബറിൻ്റെ പുതിയ യൂട്ടിലിറ്റീസ് കണ്ടെത്താനും കാരണമാകുന്നു. അമേരിക്കൻ കെമിസ്റ്റും എഞ്ചിനീയറുമായ ചാൾസ് ഗുഡിയർ 1839 റബ്ബർ കൊണ്ടുള്ള ചില പരീക്ഷണങ്ങൾക്കിടയിൽ ആക്സിഡന്റലി വൾക്കനൈസേഷൻ എന്ന പ്രോസസ്സ് കണ്ടെത്തുന്നു. റബ്ബർ സൾഫറുമായുള്ള ട്രീറ്റ്മെന്റ് വഴി ബെറ്റർ പ്രോപ്പർട്ടീസ് കാണിച്ചു തുടങ്ങുന്നു എന്നതായിരുന്നു ഈ പ്രോസസ്സിന്റെ പ്രത്യേകത. എന്തായാലും വൾക്കനൈസേഷന്റെ കണ്ടെത്തൽ റബ്ബറിന്റെ ആപ്ലിക്കേഷൻസ് വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിച്ചു. ആ സമയത്ത് റബ്ബർ ഉൽപ്പാദനം കംപ്ലീറ്റ്ലി ബ്രസീലിന്റെ കുത്തകയായിരുന്നു. ഈ കുത്തക ഇറക്കാൻ വലിയൊരു ഹേസ്റ്റ് തന്നെ ബ്രിട്ടീഷുകാർക്ക് നടത്തേണ്ടി വന്നു. റബ്ബർ വിത്തുകൾ ബ്രസീലിൽ നിന്ന് പുറത്തു പോകാൻ ബ്രസീലിയൻ ഗവൺമെന്റ് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കടത്തിക്കൊണ്ടുവരാൻ റബ്ബറിനെ പറ്റിയും ആമസോൺ കാടുകളെ പറ്റി അറിയുന്ന ഒരാളെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്വേഷിക്കുന്നു. അക്കാലത്ത് ഒരു റിയൽ ലൈഫ് ഇൻഡ്യാന ജോൺസ് ആയിരുന്നു ഹെൻറി അലക്സാണ്ടർ വിക്കാം. ആമസോണിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കടത്തിക്കൊണ്ടുവരുന്നതായിരുന്നു പുള്ളിയുടെ വരുമാന മാർഗം. ഹെൻറി എഴുതുന്ന ബുക്കിൽ നിന്ന് ആമസോണെ പറ്റിയും റബ്ബറിനെ പറ്റിയൊക്കെ ഹെൻറിക്ക് നന്നായി അറിയാമെന്ന് മനസ്സിലാക്കുന്ന ബ്രിട്ടീഷ് അതോറിറ്റീസ് റബ്ബർ കടത്തിക്കൊണ്ടുവരാൻ അങ്ങേർക്കൊരു വലിയ തുക ഓഫർ ചെയ്യുന്നു. ഹെൻറി ആ ഓഫർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ബ്രസീലിയൻ ഗവൺമെന്റ് പിടിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ശിക്ഷാ നടപടികൾ മുന്നിൽ കണ്ട് വളരെ ശ്രദ്ധയോടെയായിരുന്നു പിന്നീടുള്ള നീക്കം. ബ്രസീലിലെ റബ്ബർ ടാപ്പേഴ്സിൽ നിന്ന് സയന്റിഫിക് റിസർച്ച് എന്ന വ്യാജേന 70,000-ഓളം റബ്ബർ വിത്തുകൾ ഹെൻറി അലക്സാണ്ടർ വിക്കം സംഘടിപ്പിക്കുന്നു. മറ്റു ചില കാരണങ്ങൾ പറഞ്ഞ് കസ്റ്റംസ് രേഖകളും ഒപ്പിക്കുന്നു. അടുത്ത് തന്നെ അവിടെ എത്തുന്ന ബ്രിട്ടീഷ് കപ്പലിൽ കയറി ഹെൻറി വിത്തുകളുമായി കടന്നു കളയുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ വിത്തുകൾ അവരുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കോളനികളിൽ പ്ലാൻ ചെയ്യുന്നു. ഈ പ്ലാന്റേഷൻസ് എല്ലാം വളരെ വിജയകരമായി മാറുന്നുണ്ട്. ഇതുവഴി ബ്രസീലിന്റെ കുത്തക ഇറക്കാനും ബ്രിട്ടീഷുകാർക്ക് സാധിക്കുന്നു. റബ്ബറിന്റെ കഥ സാമ്പത്തിക മുന്നേറ്റത്തിന്റെയോ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെയോ മാത്രം കഥയായിരുന്നില്ല. അതിക്രൂരമായ ഒരു കാലഘട്ടം കൂടി റബ്ബറിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. ആമസോണിലെ റബ്ബർ മരങ്ങൾ പോലെ തന്നെ കോങ്കോ എന്ന ആഫ്രിക്കൻ രാജ്യത്തെ നാച്ചുറൽ റബ്ബർ വൈൻസും റബ്ബറിന്റെ മറ്റൊരു സോഴ്സ് ആയിരുന്നു. ഇതിനെപ്പറ്റി ഹെൻറി മോർട്ടൺ സ്റ്റാൻലി എന്ന കൊളോണിയൽ എക്സ്പ്ലോററുടെ ലേഖനങ്ങളിൽ നിന്ന് വായിച്ചറിയുന്ന ബെൽജിയൻ രാജാവ് ലിയോപോൾ രണ്ടാമൻ അത് ചൂഷണം ചെയ്യാൻ തീരുമാനിക്കുന്നു. ബെൽജിയൻ രാജാവ് ഹെൻറി മോർട്ടൺ സ്റ്റാൻലിയെ ഒന്നുകൂടെ കോങ്കോയിലേക്ക് അയക്കുന്നു. ഇത്തവണ ഹെൻറി കോങ്കോയിലെ ട്രൈബൽസിനെ കൊണ്ട് 450ഓളം ഭൂ ഉടമ്പടികൾ സൈൻ ചെയ്യിക്കുന്നു. അധികം വിദ്യാഭ്യാസമില്ലാത്ത കോങ്കോയിലെ ട്രൈബൽസ് നമ്മൾ ആപ്പുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്യുന്ന ലാഘവത്തിൽ അതൊക്കെ സൈൻ ചെയ്ത് വിടുകയാണ്. റിസോഴ്സസ് കണ്ണുവെച്ച് സമ്പന്നരായ യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കയെ പകുത്തെടുക്കുന്ന സമയമായിരുന്നത്. ഈ സമയം മുതലെടുത്തുകൊണ്ട് യുഎസിനെയും ചില യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ സ്വാധീനിച്ച് കോങ്കോയുടെ ഉടമസ്ഥാവകാശം ലിയോപോൾ സ്വന്തമാക്കുന്നു. ഇതേസമയം ജോൺ ബോയ്ഡ് ഡൺലോപ്പ് എന്ന സ്കോട്ടിഷ് ഇൻവെന്റർ ന്യൂമാറ്റിക് ടയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ വിജയിക്കുന്നു. ഇത് റബ്ബറിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലായിരുന്നു. വാഹനങ്ങൾ ആവശ്യകതയായി മാറുന്നതോടുകൂടി തന്നെ വാഹനങ്ങളുടെ ടയറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറും ഒരു ആവശ്യകതയായി മാറി. ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ റബ്ബറിന്റെ വില കുതിച്ചുയരാൻ കാരണമായി. ഇത് മനസ്സിലാക്കുന്ന ലിയോപോൾ രാജാവ് തനിക്ക് സ്വന്തമായ കോങ്കോയിലെ റബ്ബർ കൈക്കലാക്കാൻ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നു. രാജാവ് കോങ്കോയിൽ ഒരു സൈന്യം രൂപീകരിക്കുകയും ആ സൈന്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് കോങ്കോലിസ് ആളുകളെ കൊണ്ട് റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. രാജാവ് കോങ്കോലിസ് ആളുകൾക്ക് കോങ്കോയിൽ ജീവിക്കാൻ ടാക്സായി എത്തിച്ചു കൊടുക്കേണ്ട ഇൻഡിവിജ്വൽ റബ്ബർ കോട്ടാസ് നിശ്ചയിക്കുന്നു. പിന്നീട് അങ്ങോട്ട് കോങ്കോയിലെ ജനങ്ങൾ ഈ ഇൻഡിവിജ്വൽ റബ്ബർ കോട്ടാസ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നീണ്ട മണിക്കൂറുകൾ ജോലി ചെയ്തു തുടങ്ങുകയാണ്. കോങ്കോയിലെ റബ്ബർ വൈൻസ് ഒരു കൃഷിയായിരുന്നില്ല. അത് കാടുകളിൽ നാച്ചുറലായി ഉണ്ടാകുന്ന ഒന്നായതുകൊണ്ട് തന്നെ പുറം കാടുകൾ വെട്ടിത്തീർന്നാൽ ഉൾക്കാടുകളിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ച് മാത്രമേ കോങ്കോയിലെ ആളുകൾക്ക് റബ്ബർ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. ഇതുമൂലം പലപ്പോഴും ഇൻഡിവിജ്വൽ റബ്ബർ കോട്ടാസ് എത്തിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഇത് ലിയോപോളിനെ ചൊടിപ്പിച്ചു. അങ്ങനെ സൈന്യത്തിന് ഉപയോഗിച്ച് വീടുകളിലെ സ്ത്രീകളെയും കുട്ടികളെയും തടങ്കലിലാക്കി. പുരുഷന്മാർ റബ്ബർ കോട്ട എത്തിച്ചു കൊടുത്താൽ മാത്രം കുടുംബത്തെ വിട്ടു നൽകുക എന്നതായിരുന്നു ലിയോപോളിന്റെ ഉത്തരവ്. എന്നാൽ സൈന്യം സ്ത്രീകളെ ചൂഷണം ചെയ്യാനും കുട്ടികളെ പട്ടിണിക്കിടാനും തുടങ്ങിയപ്പോൾ കോങ്കോയിലെ ആളുകൾ അതിനെതിരെ പ്രതികരിക്കാനും പോരാടാനും തുടങ്ങി. എന്നാൽ സൈന്യത്തിന്റെ ആയുധങ്ങൾക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ലിയോപോളിന്റെ സൈന്യം ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കാൻ തുടങ്ങി.
അക്കാലത്ത് വെടിയുണ്ടകൾ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. അനാവശ്യമായി വെടിയുണ്ടകൾ പാഴാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വെടിയേറ്റ് മരിക്കുന്ന കോങ്കോലീസ് ആളുകളുടെ കൈപ്പത്തി വെട്ടിക്കൊണ്ടുവരാൻ ഓഫീസർ സൈന്യത്തിനോട് ഉത്തരവിടുന്നു. വെടിയുണ്ടകളുടെ കണക്ക് കേൾക്കാൻ സൈന്യം ജീവനുള്ള ആളുകൾ പോലും കൈപ്പത്തികൾ വെട്ടിയെടുക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഇൻഡിവിജ്വൽ റബ്ബർ കോട്ട എത്തിക്കാത്ത ആളുകൾക്കുള്ള ശിക്ഷയും ഇതായി മാറി. പലപ്പോഴും കോട്ട എത്തിക്കാത്ത ആളുകളുടെ ഗ്രാമം മുഴുവനായി ലിയോപോൾഡിന്റെ സൈന്യം ചുറ്റരിക്കാൻ തുടങ്ങി. അന്ന് അവിടെ ഉണ്ടായിരുന്ന മിഷണറീസിൽ നിന്ന് ഇതേപ്പറ്റി കേട്ടറിയുന്ന ചില എഴുത്തുകാരും ജേർണലിസ്റ്റും ഒക്കെ കോങ്കോയിൽ നടക്കുന്ന ജനോസൈഡിനെ പറ്റി എഴുതാൻ ഇടവരുന്നു. കോളനൈസേഴ്സായ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഈ വാർത്ത എറിഞ്ഞ് ഞെട്ടിത്തരിച്ചു. ലോകശക്തികളായ ഈ രാജ്യങ്ങൾ ചെലുത്തിയ സമ്മർദ്ദത്തെ തുടർന്ന് കോങ്കോയുടെ ഉടമസ്ഥാവകാശം ലിയോപോൾഡ് രണ്ടാമൻ നേരിട്ട് ബെൽജിയം ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നു. അതോടുകൂടി റെഡ് റബ്ബർ സിസ്റ്റം എന്ന ലിയോപോൾഡിന്റെ തൊഴിലാളി നിയമം നിരോധിക്കപ്പെടുന്നുണ്ടെങ്കിലും കോളനൈസേഷന്റെ പേരിലുള്ള ചൂഷണം കോങ്കോയിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അഡോൾഫ് ഹിറ്റ്ലറിന് കീഴിൽ നടന്ന ഹോളോകോസ്റ്റിനേക്കാൾ ഭീകരമായിരുന്നു കോങ്കോയിലെ അവസ്ഥ. ഹോളോകോസ്റ്റിൽ മരിച്ചത് 6 മില്യൺ ജീവനുകളാണെങ്കിൽ ലിയോപോൾഡ് രണ്ടാമന് കീഴിൽ കോങ്കോയിൽ മരിച്ചത് ഏകദേശം 10 മില്യൺ ജീവനുകളാണ്. അതായത് കോങ്കോയിലെ 50% പോപ്പുലേഷൻ. എങ്കിലും ഇതേപ്പറ്റി അധികമാനം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. 1960 കോങ്കോയിൽ ബെൽജിയത്തിന്റെ കൊളോണിയൽ ഭരണം അവസാനിച്ച് കോങ്കോയ്ക്ക് പട്രീസ് ലുമുംബ എന്ന പുതിയ പ്രൈം മിനിസ്റ്ററിനെ ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ യുഎസും ബെൽജിയവും ചേർന്ന് നടത്തിയ ഒരു അട്ടിമറി വഴി ഇദ്ദേഹം വധിക്കപ്പെടുന്നു. പിന്നീട് യുഎസിനോടും ബെൽജിയത്തോടും വിധേയത്വമുള്ള ഒരു പുതിയ ഡിക്റ്റേറ്റർഷിപ്പിന് കീഴിലാവുന്നു കോങ്കോ. പല രാജ്യത്തെയും കോളനൈസേഷന്റെ ഇത്തരം അതിക്രൂരമായ കഥകൾ അറിഞ്ഞിട്ടും ഇന്നും സോഷ്യൽ മീഡിയയിൽ കൊന്നാൽ എന്താ, കൊള്ളയടിച്ചാൽ എന്താ, അവരിവിടെ ട്രെയിൻ കൊണ്ടുവന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന ലവലാദികൾക്ക് നല്ലത് മാത്രം വരുത്തണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റബ്ബറിന്റെ കഥയിലേക്ക് തിരിച്ചു വരാം. ഹെൻറി അലക്സാണ്ടർ വിക്കം കടത്തിയ റബ്ബർ സീഡുകൾ ഉപയോഗിച്ച് പ്ലാൻ ചെയ്ത സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും സിലോണിലെയും പ്ലാന്റേഷൻസിന്റെ വിജയം കണ്ട് ഇന്ത്യയിലും റബ്ബർ പ്ലാന്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. പലയിടങ്ങളിലായി പരീക്ഷണാടിസ്ഥാനത്തിൽ റബ്ബർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ പരാജയമാവുന്നു. പിന്നീട് പല യൂറോപ്യൻ പ്ലാന്റേഴ്സിനെയും ഇന്ത്യയിൽ റബ്ബർ കൃഷി ചെയ്യാനായി ബ്രിട്ടീഷുകാർ ക്ഷണിക്കുന്നു. അക്കാലത്ത് കണ്ണൻ ദേവൻ എസ്റ്റേറ്റിൽ ഡിവിഷണൽ മാനേജറായി സിലോണിൽ നിന്നെത്തിയ ജെ മർഫി റബ്ബർ കൃഷിയിൽ വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു. 1902 കോതമംഗലത്തെ തട്ടേക്കാട്ടിൽ അദ്ദേഹം ജോലിയോടൊപ്പം തന്നെ റബ്ബർ കൃഷി തുടങ്ങുന്നു. എന്നാൽ ആ റബ്ബർ കൃഷി പരാജയമാവുന്നു. ആ പരാജയത്തെ തുടർന്ന് അദ്ദേഹം ജോലി രാജിവെച്ച് പീരുമേട്ടിലെത്തി ഏലം കൃഷി തുടങ്ങുന്നു. ഏലം കൃഷി വൻ ലാഭകരമായി മാറുന്നു. ഏലം കൃഷിയുടെ വിജയത്തോടെ അദ്ദേഹം റബ്ബറിനെ പറ്റി വീണ്ടും ചിന്തിച്ചു തുടങ്ങി. റബ്ബർ കൃഷിക്കായി ജെ മർഫി 1904 പൂഞ്ഞാർ വഞ്ചിപ്പുഴ രാജാക്കന്മാരിൽ നിന്ന് കുറച്ചധികം സ്ഥലം 99 വർഷത്തെ കുത്തക പാട്ടത്തിന് വാങ്ങുന്നു. ആദ്യഘട്ടത്തിൽ ഇളങ്കാട് ടോപ്പ് മുതൽ കൂട്ടിക്കലിലെ കുപ്പായക്കുഴി വരെ തുടങ്ങുന്ന കൃഷി പിന്നീട് സമീപ പ്രദേശങ്ങളടക്കം 12,000 ഏക്കറോളം നീളുന്ന വിജയകരമായ കൃഷിയായി മാറി. ഇതിന് ഏന്തയാർ എസ്റ്റേറ്റ് എന്ന പേരും ലഭിച്ചു. മർഫി തുടങ്ങിയ റബ്ബർ കൃഷിയുടെ വിജയം കണ്ട് അടുത്ത പ്രദേശത്തുള്ള മറ്റു പലരും റബ്ബർ കൃഷി തുടങ്ങുന്നു. ഏന്തയാളുടെ റബ്ബർ ക്രീ ഫാക്ടറി തുടങ്ങുകയും ഇംഗ്ലണ്ടിലേക്ക് റബ്ബർ കയറ്റുമതി ചെയ്യാനും ഒക്കെ ജെ മർഫി തുടക്കമിടുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് കോട്ടയത്തെ റബ്ബർ കയറ്റുമതി കൂടുന്നുണ്ടെങ്കിലും കോട്ടയത്തെ റബ്ബർ പ്രസക്തമാവുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ്. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ കൺട്രോൾ ജപ്പാന് കീഴിലാവുന്നത് ആ രാജ്യങ്ങളിൽ നിന്നുള്ള റബ്ബർ കയറ്റുമതി നിലയ്ക്കാൻ കാരണമാകുന്നു. ഇത് കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള റബ്ബർ കയറ്റുമതി എക്കാലത്തെ ഉയർന്ന നിരക്കിലെത്തിക്കാൻ സഹായിച്ചു. ഇതിൽ നിന്ന് വളരെ വലിയൊരു ലാഭം മർഫി സ്വന്തമാക്കുന്നു. മർഫിയോടൊപ്പം തന്നെ കോട്ടയവും കേരളവും വളരുന്നു. 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷനെ തുടർന്ന് അദ്ദേഹം യൂറോപ്പിലേക്ക് തിരികെ പോകുന്നുണ്ടെങ്കിലും അവസാന കാലങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങിയെത്തി. മീൻവൈൽ ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആകുന്നു. സ്വാതന്ത്ര്യാനന്തരം കോട്ടയത്ത് റബ്ബർ ബോർഡ് സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. 1957 പ്രായാധിക്യം മൂലം മരണപ്പെടുന്ന ജെ മർഫിയെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്റെ പ്രിയപ്പെട്ട തൊഴിലാളികളോടൊപ്പം തന്നെ അടക്കം ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന മർഫി സാഹിബിനെ അടക്കം ചെയ്ത കൂട്ടിക്കലിന് സമീപമുള്ള മാത്തുമലയിലാണ്. ഇന്ന് മർഫി മൗണ്ട് എന്നും മാത്തുമല അറിയപ്പെടുന്നു. ജെ മർഫി അന്ന് തുടക്കമിട്ട റബ്ബർ കൃഷി ഇന്ന് രാജ്യത്തിനെ 4th ലാർജസ്റ്റ് റബ്ബർ പ്രൊഡ്യൂസറാക്കി മാറ്റിയിരിക്കുന്നു. അതിൽ 75% പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ്. കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സാമ്പത്തിക വളർച്ചയിൽ ഒരു സഹായമാവാൻ റബ്ബറിന് സാധിച്ചു. പക്ഷേ ഇതിൽ വളരെ സങ്കടകരമായൊരു വസ്തുത കൂടിയുണ്ട്. നിങ്ങൾ കണ്ട പോലെ ഞാൻ ഏന്തയാറിൽ പോയിരുന്നു. പോയ വഴിക്ക് ഞാൻ ചോദിച്ച ആളുകൾക്കെല്ലാം മർഫി അറിയാം. മർഫി സാഹിബിൻ്റെ കല്ലറ എവിടെയാണെന്ന് അറിയാം. ആൻഡ് പോയ വഴിക്ക് ജെ മർഫി മെമ്മോറിയൽ സ്കൂളിൻ്റെ ബസ്സുകളും ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കല്ലറ വളരെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ പരിതാപകരമായിരുന്നു. മുഴുവൻ കാട് പിടിച്ച് ആരും നോക്കാനില്ലാതെ കിടക്കുന്ന വളരെ അബാൻഡൻഡ് ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. നമ്മുടെ നാട്ടിൽ വന്ന വെള്ളക്കാർ ഭൂരിഭാഗം അത്ര നല്ല ആളുകളൊന്നും ആയിരുന്നില്ല. ബട്ട് ജെ മർഫി ഒരു എക്സെപ്ഷൻ ആയിരുന്നു. നമ്മുടെ നാട്ടിലെ എസ്റ്റേറ്റ് തൊഴിലാളി നിയമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തൻ്റെ തൊഴിലാളികൾക്ക് പല രീതിയിലുള്ള എംപ്ലോയി ബെനിഫിറ്റ്സ് ഒക്കെ കൊടുത്തിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ പല സ്ഥലങ്ങളിൽ തൻ്റെ തൊഴിലാളികൾക്ക് എഴുതി കൊടുക്കുകയും ചിലത് വിറ്റ് പണമായി നൽകുകയൊക്കെ ചെയ്തിരുന്നു. നമ്മുടെ നാടിന് ഒരുപാട് ദ്രോഹം ചെയ്ത കോളനൈസേഴ്സിനെ പുച്ഛിക്കുന്ന പോലെ തന്നെ അതിൽ നിന്ന് വളരെ എക്സെപ്ഷനായി നിന്ന് നമ്മുടെ നാടിൻ്റെ വളർച്ചയുടെ ഒരു ഭാഗമാക്കാൻ സാധിച്ച ജെ മർഫിയെ പോലെ ഒരാളെ ബഹുമാനിക്കണമെന്ന് ഞാൻ കരുതുന്നു. അതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിനാണ്. അവിടെ ഒരു മ്യൂസിയം പണിയാൻ പോകുന്നതൊക്കെ ഞാൻ ചില വീഡിയോകൾ കണ്ടിരുന്നു. മ്യൂസിയം ഒന്നും പണിതില്ലെങ്കിലും ആ സ്ഥലം ഒന്ന് അറ്റ്ലീസ്റ്റ് ക്ലീൻ ചെയ്തിടാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഇത് ഈ ചാനലിൽ നിന്ന് നിങ്ങൾ കാണുന്ന ആദ്യത്തെ വീഡിയോ ആണെങ്കിൽ ചാനലിൽ നിന്ന് മറ്റൊരു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. റബ്ബറിനെ പറ്റി കൂടുതലായി അറിയേണ്ടവർക്കായി ഞാൻ റെഫർ ചെയ്ത സോഴ്സുകൾ ലിങ്കുകളായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്.